കുട്ടനാട്ടിൽ പാമ്പ് കടിയേറ്റ് മരിച്ച വീട്ടമ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കുകയാണ്. വൈശ്യംഭാഗം പുതുവന വീട്ടിൽ ഇന്ദിരയെ വീടിനടുത്ത് വെച്ചാണ് പാമ്പ് കടിച്ചത്. നിതിൻ നമുക്കൊപ്പം തരുന്ന നിതിൻ, സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? അപ്രതീക്ഷിതമായൊരു സംഭവം, കുടുംബത്തിന് വലിയ ആഘാതമാണ്. അതേസമയം സംസ്ഥാനത്താകെ പാമ്പ് കടിയേൽക്കുന്ന സംഭവങ്ങൾ ഈ ചൂടുകാലത്ത് കൂടിക്കൊണ്ടുവരികയാണ്. ഈ വീട്ടിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങളും പ്രതികരണങ്ങളും എങ്ങനെയാണ്? സംസ്കാരം ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും രതീഷ്, ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ദിരയുടെ വീട്ടിലാണ്. ഈ കാണുന്നത് പോലെ തന്നെ ഈ ഒരു ശുചിമുറിയുടെ ഭാഗത്ത് വെച്ചിട്ടാണ് ഇന്ദിരയ്ക്ക് ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ട് പാമ്പിൻ്റെ കടിയേൽക്കുന്നത്. ഉടനടി തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ആൻറ്റിവെനം ഉൾപ്പെടെയുള്ള ചികിത്സ നൽകിയെങ്കിലും രക്ഷിക്കാനായില്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ചൊവ്വാഴ്ചയോട് കൂടിയിട്ടായിരിക്കും അവരുടെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. നമുക്ക് ഇപ്പോൾ ഇവിടെ വീട്ടിലെ ആളുകളുണ്ട്. ചേച്ചി, എന്തായിരുന്നു ശരിക്കും ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ വൈകിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇതുവഴി ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ പട്ടി കിടന്ന് ഭയങ്കരമായിട്ട് കുരച്ചപ്പോഴത്തേക്ക് ചേച്ചി പട്ടി കുറച്ചെങ്കിലും ശ്രദ്ധിച്ചില്ല. ഇവൻ ചേച്ചിയുടെ കാലേ കെട്ടി വീണപ്പോഴത്തേക്കും ചേച്ചി അവനെ തട്ടി മാറ്റിയിട്ട് ഇറങ്ങി വെളിയിൽ പോയി. അപ്പോൾ അവിടെ വെച്ച് കടിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ വണ്ടാനത്ത് ആശുപത്രി മോളുണ്ടായിരുന്നു ഇവിടെ. വണ്ടാനത്ത് ആശുപത്രി കൊണ്ടുപോയി അവരവിടെ ചെന്നൊരു ശ്വാസം മുട്ടൽ പോലെ വെന്റിലേറ്ററെ മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പാമ്പിനെ കാണുകയോ എന്തെങ്കിലും ചെയ്തു? ഇവിടെ പാമ്പിൻ്റെ ശല്യം ഇഷ്ടം പോലെ പാമ്പുള്ളതാണ്. ഇവിടെ എല്ലാം പാമ്പുള്ളതാണ്. ഇഷ്ടം പോലെ പാമ്പുണ്ട്. എല്ലാവരും നാട്ടുകാരും എല്ലാവരും കാണാറുമുണ്ട്. ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഈ ഉള്ളിലോട്ട് എന്താ വെച്ചാൽ വൈശ്യംഭാഗം. ഇല്ല, കണ്ടിരുന്നില്ല. അപ്പം ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയിട്ടാണ് ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, കുട്ടനാടിൻ്റെ ഉൾഭാഗമാണ്, പ്രദേശമാണ്. ഈ ഭാഗത്തൊക്കെ തന്നെ കാട് പിടിച്ച് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ ശല്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നത് ഈ ഇന്ദിരയുടെ വീട്ടിലാണ്. ചേട്ടാ, എന്തായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു? ഇന്നലെ ഹോസ്പിറ്റലിലോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓൾറെഡി അവിടുത്തെ ഡോക്ടറോട് സംസാരിച്ചു, ആൻറ്റിവെനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നിനോട് റിയാക്ട് ചെയ്തില്ല. വെന്റിലേറ്ററിൽ നിന്ന് പിന്നെ നേരെ ICUലോട്ട് കൊണ്ടുപോയി. അവിടെ പോയി ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ കുറേ ഇനിയിപ്പോൾ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ അറിയില്ല. അത് വീട്ടിൽ എല്ലാവരും കൂടി തീരുമാനിക്കാം. മക്കളെല്ലാം പുറത്താണ്, അപ്പോൾ അവരിന് വരണം. ചേട്ടനും എല്ലാവരും വരാനുണ്ട്. അപ്പോൾ അതുവരെ ചൊവ്വാഴ്ച. ഇവിടെ ഇപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു താമസം? ഇവിടെ ഇപ്പം മൂത്ത മോള് മാത്രമേ ഉള്ളൂ. പിന്നെ ഭർത്താവ് പുറത്താണ്. പിന്നെ ഇളയ മോളും ഭർത്താവും ഒമാനിൽ പുറത്താണ്. എല്ലാവരും പുറത്തായിരുന്നല്ലേ? പാമ്പിൻ്റെ ശല്യം ഉണ്ടോ? ഇല്ല, ഞാൻ കരുമാടിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ അപ്പം ഇനിയിപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ. ഇനി ചൊവ്വാഴ്ചയോട് കൂടിയിട്ടായിരിക്കും സംസ്കാരം. ഹസ്ബൻഡ് അതുപോലെ തന്നെ മക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാം പുറത്താണ് ഉള്ളത്. ഈ മരിച്ച സ്ത്രീ ഇന്ദിരയുടെ സഹോദരനും നമുക്കിപ്പോൾ ഉണ്ട്. ചേട്ടാ, ഒരു ദാരുണ സംഭവമായിപ്പോയി. ഇപ്പം എന്തായിരുന്നു ശരിക്കും ചോദ്യം? മനസ്സിലായി. അല്ല, എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? എന്തായിരുന്നു? ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഇന്ന് രാവിലെ ഫോണിലുള്ള അറിവ് എനിക്ക് ഉണ്ടായിരുന്നുള്ളത്. അപ്പം പിന്നെ അറിഞ്ഞ രാത്രിയിലാണ് മരിച്ചു എന്നറിയുന്നത്. എനിക്ക് സ്ട്രോക്ക് വന്ന ആളാണ്. കാലിൻ്റെ മുട്ടിന് തേയ്മാനമുണ്ട്. അത് കാരണം എനിക്ക് മറ്റുള്ളവരെ പോലെ ഓടി എത്താൻ ഒക്കത്തില്ല. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. ഇപ്പം പുള്ളിയുടെ, അതായത് മൂത്ത മരുമോൻ ഗൾഫിലാണ്, രണ്ടാമത്തെ മകളും കുടുംബവും ഗൾഫിലാണ്. അവർ വന്നുകൊണ്ടിരിക്കുന്നു അറിയുന്നു. പക്ഷേ മരുമോൻ തിങ്കളാഴ്ച എത്തത്തുള്ളൂ. ഇതാണ് അറിവ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടക്കമുള്ളൂ. ഇപ്പം പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയെന്ന് അറിഞ്ഞു. വേറൊന്നും പറയാൻ അറിയത്തില്ല. അവളുടെ ഭർത്താവ് ഉണ്ട്, പോസ്റ്റ്മോർട്ടത്തിന് പോയിരിക്കുക. അപ്പം കൃത്യമായ ചികിത്സയൊക്കെ നൽകാൻ സാധിച്ചെങ്കിലും ദാരുണ സംഭവം സംഭവിക്കുകയായിരുന്നു. ഇനിയിപ്പം ചൊവ്വാഴ്ചയായിരിക്കും സംസ്കാര നടപടികൾ എന്നാണ് നമുക്ക് നിലവിൽ വീട്ടിലുള്ളവരോട് സംസാരിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. കുട്ടനാട്ടിൽ നിന്നാണ് നിതിൻ വിവരങ്ങൾ നൽകുന്നത്. പാമ്പ് കടിയേറ്റ് മരിച്ച വീട്ടമ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണ്. വൈശ്യംഭാഗം പുതുവന വീട്ടിൽ ഇന്ദിരയാണ് വീടിനടുത്ത് വെച്ച് ശുചിമുറിക്ക് സമീപത്ത് വെച്ച് പാമ്പിൻ്റെ കടിയേറ്റത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ